നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വളരെ എളുപ്പത്തിൽ നമ്മുടെ മുഖത്തിൻ്റെ തിളക്കം കൂട്ടാനും സൗന്ദര്യം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റിനെ പറ്റിയിട്ടാട്ടോ. വേറെ ഒന്നുമല്ല, അത് ഗ്ലിസറിനാണ് കേട്ടോ. നമ്മൾ ഒരുപാട് ക്രീമുകളോ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളോ ഒക്കെ നമ്മുടെ മുഖത്ത് ഉപയോഗിക്കാറുണ്ട്. ഒരുപാട് സിറങ്ങളും ഒക്കെ നമ്മൾ യൂസ് ചെയ്യാനുണ്ട് നമ്മുടെ മുഖത്തിന് ഒരു ഗ്ലോ കിട്ടാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മുഖത്തിൻ്റെ ആ ഒരു തിളക്കം നിലനിർത്താനായിട്ട്. നമ്മൾ എത്രത്തോളം നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്ത് വെക്കുന്നോ അത്രത്തോളം നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിൽ തന്നെ ഒരു ഗ്ലോ കിട്ടും കേട്ടോ. നമ്മളെപ്പോഴും നമ്മുടെ സ്കിന്ന് നല്ല തുടുത്തിരിക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാൻ നമ്മുടെ സ്കിന്നിന് സ്കിൻ കെയർ റൊട്ടീൻസ് ഒക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഒരു മോയ്സ്ചറൈസറും ഒരു സൺസ്ക്രീനും യൂസ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ പറയുന്ന കാര്യം കൂടെ ചെയ്ത്, അതായത് ഗ്ലിസറിൻ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതിൻ്റെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തിൻ്റെ തിളക്കം കൂട്ടാനും സൗന്ദര്യം കൂട്ടാനായിട്ടും സഹായിക്കും. ഗ്ലിസറിൻ എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ ചർമ്മത്തിലെ മോയ്സ്ചറിനെ നിലനിർത്തിക്കൊണ്ട് പോകാൻ സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഗ്ലിസറിൻ നമ്മുടെ മുഖത്തിനൊരു തിളക്കം കിട്ടാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. നമ്മൾ സാധാരണയായിട്ട് വെജിറ്റബിൾ ഓയിൽസിൽ നിന്ന് നമ്മൾ ഗ്ലിസറിൻ എടുക്കാറുണ്ട്. അതുപോലെ തന്നെ മൃഗങ്ങളുടെ കൊഴുപ്പുകളിൽ നിന്നും ഗ്ലിസറിൻ എടുക്കാറുണ്ട്. അതുകൊണ്ടൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ഇത് കിട്ടുന്നത് തന്നെ. അപ്പം ഈ വെജിറ്റബിൾ ഓയിൽ നിന്ന് എടുക്കുന്ന ഗ്ലിസറിനാണ് നമ്മളുടെ സ്കിന്നിൻ്റെ ആ സൗന്ദര്യം വർദ്ധിപ്പിക്കാനും തിളക്കം കൂട്ടാനും അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോ കിട്ടാനായിട്ടും സഹായിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വെജിറ്റബിൾ ഗ്ലിസറിൻ നല്ലൊരു റിസൾട്ട് കിട്ടാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പം നമ്മൾ ഗ്ലിസറിൻ അതിൻ്റെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ മുഖം തിളങ്ങുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് അറിയാൻ പറ്റും. 7 ദിവസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ റിസൾട്ടും കിട്ടും കേട്ടോ. അതിന് വേണ്ടി ചെയ്യേണ്ടത്, നമുക്ക് എല്ലായിടത്തും, അതായത് ഭയങ്കര അധികം ട്രെൻഡിങ് ആയിട്ടുള്ള ഒന്നാണ് ഗ്ലിസറിൻ റോസ് വാട്ടർ മിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എടുക്കേണ്ടത് വെജിറ്റബിൾ ഗ്ലിസറിനാണ്. വെജിറ്റബിൾ ഗ്ലിസറിൻ നമ്മൾ ഇപ്പോൾ 1 സ്പൂണാണ് എടുക്കുന്നതെങ്കിൽ 2 സ്പൂൺ റോസ് വാട്ടർ എടുക്കുക. ഇതാണ് ഇതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത്. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ മുഖം നല്ല രീതിയിൽ ഒരു മൈൽഡ് ക്ലെൻസർ ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം രാവിലെ നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് അതായത് നമ്മളൊരു ഡാം ഫേസിൽ തന്നെ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ മുഖം നല്ലതുപോലെ കഴുകിയിട്ട് വന്നിട്ട് നമ്മൾ ഫാനിൻ്റെ കീഴിലൊക്കെ ഇട്ട് മുഖം വെച്ച് ഉണക്കി ഡ്രൈ ആക്കി അങ്ങനെയൊന്നുമല്ല. നമ്മൾ മുഖം കഴുകുക, ജസ്റ്റ് ഒന്ന് ഒപ്പി കൊടുക്കുക. ആ നനവോട് കൂടി തന്നെ നമ്മൾ ഗ്ലിസറിനും ഈ റോസ് വാട്ടർ മിക്സ് മുഖത്ത് അപ്ലൈ ചെയ്യുക, കഴുത്തിലും അപ്ലൈ ചെയ്യുക. അപ്പോൾ അത് അവിടുത്തെ മോയ്സ്ചറിനെ ലോക്ക് ചെയ്ത് വെക്കുകയും ചർമ്മത്തിന് നല്ല തിളക്കം കിട്ടാനായിട്ടും ഈ കരിവാളിപ്പും കറുത്ത പാടും അതുപോലെ തന്നെ അണീവൻ സ്കിൻ ടോണും ഒക്കെ മാറാനായിട്ടും സഹായിക്കുന്നതാണ്. ആൻറ്റി ഏജിങ് ബെനിഫിറ്റ് വരെ ഇതിനുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് കൂടുതലായിട്ട് ഈ മോയ്സ്ചറിനെ അവിടെ ലോക്ക് ചെയ്ത് വെക്കും. പിന്നെ ഒരു സൺസ്ക്രീനും ഇടുക. നമുക്ക് പുറത്ത് പോകാവുന്നതാണ് കേട്ടോ. വൈകുന്നേരവും ഇതുപോലെ തന്നെ നമ്മൾ വന്നതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഗ്ലിസറിൻ വെച്ചൊരു പാക്ക് ഉണ്ടാക്കാം. ഗ്ലിസറിൻ അതായത് നല്ലതുപോലെ ഓട്സ് പൊടിച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഗ്ലിസറിൻ ആഡ് ചെയ്യുക. അല്പം തൈരും കൂടി അത് മിക്സ് ചെയ്യാനായിട്ട് എടുക്കുക. എന്നിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യാം. ഓട്സ് ചേരില്ല എന്നുള്ളവർ കടലമാവ് യൂസ് ചെയ്യാം. അരിപ്പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓട്സ് പൊടിച്ചത് പ്ലസ് ഗ്ലിസറിൻ 1 ടീസ്പൂൺ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ റോസ് വാട്ടർ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് കുറച്ച് ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ തന്നെ തൈരും കൂടെ മിക്സ് ചെയ്യാം. എന്നിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യാം. തൈര് പറ്റാത്തവർ റോസ് വാട്ടർ കൂടുതലായിട്ട് ഉപയോഗിക്കുക, എന്നിട്ട് യൂസ് ചെയ്യാം. ഇനി ഓട്സ് ഇല്ലാത്തവർ കടലമാവ് പറ്റുമെങ്കിൽ ഓട്സിന് പകരം കടലമാവ് ഉപയോഗിക്കാം. അല്ലാന്നുള്ളവർക്ക് അരിപ്പൊടി ആണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇത് നല്ലൊരു പാക്കാണ്. മുഖത്തെ ഡേർട്ടൊക്കെ മാറി ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോ കിട്ടാനായിട്ട് സഹായിക്കും. അതിനുശേഷം മുഖം നല്ല വൃത്തിയായിട്ട് ജസ്റ്റ് ഒന്ന് ഒപ്പിക്കൊടുത്തതിന് ശേഷം ഈ ഗ്ലിസറിൻ റോസ് വാട്ടർ മിക്സ് അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ രാത്രിയിൽ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും. പിന്നെ അതിനുശേഷം നമ്മൾ ഈ മോയ്സ്ചറിനെ എല്ലാം ലോക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കിടന്ന് ഉറങ്ങാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 7 ദിവസം കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. ഈ പാക്ക് നിങ്ങൾക്ക് ആഴ്ചയിൽ 2 ദിവസം വേണമെങ്കിലും ഉപയോഗിച്ചാലും മതിയാവും നല്ലൊരു റിസൾട്ട് കിട്ടാനായിട്ട്. പക്ഷേ രാവിലെയും വൈകുന്നേരം ഈ ഗ്ലിസറിനും റോസ് വാട്ടർ മിക്സ് ചെയ്ത് ഉപയോഗിക്കുക. അത് നല്ലൊരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ്. ഇത് നല്ലൊരു ഗ്ലോ കിട്ടാനായിട്ട് സഹായിക്കും. ഇത് 7 ദിവസം കൊണ്ട് തന്നെ നമ്മുടെ മുഖത്ത് ആ മാറ്റം വരുത്തുന്നത് കാണാനായിട്ട് സാധിക്കും. നമ്മൾ എന്ത് ചെയ്താലും ഒരു സൺസ്ക്രീൻ രാവിലെ ഉപയോഗിക്കണം എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ നമ്മൾ ഈ കഷ്ടപ്പെട്ട് സ്കിൻ കെയർ ഇതൊക്കെ ചെയ്ത് പാക്കിട്ട് ഇതെല്ലാം യൂസ് ചെയ്ത് നമ്മൾ കൊണ്ടുവരുന്ന ആ ഗ്ലോ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോകാനായിട്ട് കാരണമായി തീരും. അതുകൊണ്ട് നമ്മൾ വീട്ടിന് ഉള്ളിലിരുന്നാലും മഴയുള്ള ദിവസമാണെങ്കിലും കൊള്ളാം, അതേപോലെ തന്നെ പുറത്തിറങ്ങുമ്പോഴാണെങ്കിലും നമ്മളൊരു SPF 50 അടങ്ങിയിട്ടുള്ള PA+++ ഉള്ള ഒരു സൺസ്ക്രീൻ നമ്മൾ യൂസ് ചെയ്യണം. അത് നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്ന ഒരു സൺസ്ക്രീൻ തന്നെ ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഗ്ലോ നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.